അതുകൊണ്ട് പ്രവാസികളുടെ കാര്യങ്ങളിൽ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളിൽ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ഒരു ജനപ്രതിനിധികൾക്ക് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം പ്രത്യേകിച്ച് KMCC എന്ന് പറഞ്ഞാൽ എന്നും അഭിമാനം കൊള്ളുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ഞാൻ. എൻ്റെ അനുഭവത്തിലൂടെ പറയുക. ഓരോ വിഷയം വന്ന് ഞാൻ അവിടെയാണ് ആദ്യം വിളിക്കാറ്. ഏത് വിഷയം വന്നാലും ഇപ്പം ദുബായിൽ ആരെങ്കിലും പെട്ടെന്ന് മരിച്ചു പോയാൽ ആദ്യം വിളിക്കുക അവരെയാണ്. കാരണം ഓടിക്കൊണ്ടുവരണം. അപ്പൊ ഇങ്ങനെ ഓരോ വിഷയത്തിലും. അതുകൊണ്ട് നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ, നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട്, ഈ സത്കർമ്മം ചെയ്താൽ സത്ഫലം കൊയ്യാം, ദുഷ്കർമ്മം ചെയ്താൽ ദുഷ്ഫലം കൊയ്യാം. സത്കർമ്മം മാത്രം ചെയ്ത് ശീലിച്ചിട്ടുള്ള ലോകത്തിലെ ഒരു സംഘടന എന്ന് വേണമെങ്കിൽ പറയാനുള്ളത് KMCC-യാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. ഇവിടെ ഈ യോഗം വിളിച്ചതിന്റെ ഉദ്ദേശം അസൻ സാഹിബ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഒരു നിർണായകമായ പോരാട്ടമാണ്. ഈ പോരാട്ടം നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഇത് UDF-നെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. തർക്കം നിങ്ങൾക്ക് വേണ്ട. തിരിച്ചു വരേണ്ട നമ്മുടെ ആവശ്യമാണ്. കേരളം എന്ന സംസ്ഥാനം പിറകോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി കേരളം പിറകോട്ട് സഞ്ചരിക്കുന്നു. ഒരു 50 വർഷക്കാലത്തേക്കുള്ള പുറകോട്ടാണ് സഞ്ചാരം ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഉമ്മൻചാണ്ടി അധികാരത്തിൽ താഴെ പോകുമ്പോൾ കേരളത്തിലെ പൊതുകട നിങ്ങൾ ആലോചിക്കണം, 1.22 ലക്ഷം കോടിയാണ്. ഇന്നത്തെ പൊതുകട നിങ്ങൾ അറിയോ? 6.38 ലക്ഷം കോടിയാണെന്ന് ആലോചിക്കണം. 5 ലക്ഷം കോടി എന്തിനാണ് പൊതുകടം എടുത്തത്? ആ 5 ലക്ഷം കോടി എടുത്തിട്ട് പൊതുകടം എടുത്തിട്ട് എന്ത് ചെയ്തു? ഏത് പദ്ധതി കൊണ്ടുവന്നു? ഏത് വ്യാവസായിക സംരംഭം കൊണ്ടുവന്നു? എന്ത് വിദ്യാഭ്യാസ രംഗത്ത് എന്ത് മാറ്റമുണ്ടാക്കി? ആരോഗ്യരംഗം എന്താണെങ്കിൽ തകരാൻ കാരണം? ഇതിലൊന്നും കൃത്യമായി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഗവൺമെന്റ് ഉത്തരം പറയുന്നില്ല. ഞാൻ പറയുന്നത് ഈ പൊതുകടം എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും തലക്ക് ഈ പൊതുകടം വന്നു കഴിഞ്ഞു. എന്നെയും നിങ്ങളെയും പണയപ്പെടുത്തിയാണ് ഈ കടമെടുത്ത് നിങ്ങൾ ആലോചിക്കണം. ഞാനും നിങ്ങളും കടക്കാരാണ്. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് കടമെടുത്ത് പറഞ്ഞാൽ അതിൽ ഞാനും നിങ്ങളും ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കടം വാങ്ങി എന്തും ചെയ്യാവുന്നൊരവസ്ഥ കൊണ്ടുവന്നു. കേരളം പുറകോട്ട് സഞ്ചരിക്കുകയാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നത്, നേരത്തെ ഈ പ്രവാസികളുടെ കാര്യം പറഞ്ഞു. എന്താണ് പ്രവാസികളുടെ നേട്ടം? കേരളത്തിലെ മുഖ്യമന്ത്രി ദുബൈയിൽ വന്നപ്പോൾ നടത്തിയ പ്രസംഗം നിങ്ങൾക്ക് ഓർമ്മ എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഓരോ പ്രവാസിക്കും ഈ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വന്നാൽ ഓരോ മാസം നൽകുന്ന പെൻഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇപ്പൊ അദ്ദേഹം വിട്ടുന്നില്ല. പെൻഷനെ കുറിച്ച് ഒന്നിനെ കുറിച്ച് പറയുന്നില്ല. എന്തെങ്കിലും ഇവിടുന്ന് വിട്ടു വന്നാൽ തൊഴിൽ ചെയ്യണമെങ്കിൽ ഇത്ര ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റ് ഉറപ്പിരുന്ന് പറഞ്ഞു. ഒന്നും ചെയ്തില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയുന്നത്, കേരളത്തിൽ UDF വന്നാൽ മാത്രമേ എന്തെങ്കിലും ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഇപ്പോൾ കേരളത്തിന്റെ ഇന്ത്യ ലക്ഷം കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനം നിങ്ങൾക്കറിയാം കേരളമാണ്. 41%. ഇവരെങ്ങോട്ട് പോകുന്ന ആർക്കും അറിയില്ല. കേരളത്തെ തൊഴിലില്ലായ്മ രൂക്ഷമായി കൂടി വരികയാണ്. എല്ലാ വ്യാവസായിക സംരംഭം ഒന്നുമില്ല. നിങ്ങൾ ആലോചിക്കണം, തൊഴിൽ സംരംഭങ്ങളില്ല. ഏത് രംഗമാണ് മെച്ചം? ഒരു രംഗവുമില്ല. വിദ്യാഭ്യാസ രംഗം നിങ്ങൾ അറിയില്ല. ഈ ഒരു കഴിഞ്ഞ വർഷത്തിൽ കണക്ക് വന്നു. യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും അണ്ടർ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും അതിന്റെ അഡ്മിഷനെ കുറിച്ച് കണക്ക് വന്നു. 62% മാത്രമായി ആലോചിക്കണം. ബാക്കി സീറ്റ് ഒഴിഞ്ഞു കിടക്കും. ചില കുട്ടികളില്ല. കേരളം വിട്ടുപോകുന്ന കുട്ടികൾ മറ്റു സ്റ്റേറ്റിൽ പോയി പഠിക്കുന്നു. ഇന്ത്യ വിട്ടുപോകുന്നു. ഇവിടെ ആർക്കും പഠിക്കാൻ താല്പര്യമില്ല. ന്യൂജൻ കോഴ്സുകൾ ഇവിടെ ഇല്ല. ട്രഡീഷണൽ കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. കൺവെൻഷൻ കോഴ്സുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകർന്ന് താഴോട്ട് പോകുന്നു. നിങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിലെ കഥ നിങ്ങൾ അറിയോ? കേരളത്തിൽ പല കോളേജുകളും പൊട്ടിക്കൊണ്ടിരിക്കുന്നു. പല കോളേജുകളിലും കോഴ്സുകൾ വേണ്ട നമുക്കിത് പഠിക്കാൻ കുട്ടികളില്ല. ഏത് രംഗമാണ് വെച്ചെന്ന് പറയണം. ആരോഗ്യരംഗം നിങ്ങൾക്കറിയാം. കേരളത്തിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ, അതുപോലെ തന്നെ കേരളത്തിൽ നമ്മുടെ ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ മരുന്നും മന്ത്രമൊന്നുമില്ല. ഡോക്ടറില്ല, പഞ്ഞിയില്ല, പാരസെറ്റമോൾ പോലും കൊടുക്കാനില്ലാത്ത ആശുപത്രികൾ മാറി ആലോചിക്കണം. സാധാരണക്കാരൻ എവിടെ പോകും? നിങ്ങൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് നിന്ന് കോർപ്പറേറ്റുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു.
ഏറ്റവും ലാഭം കൊയ്യാൻ ഇന്ത്യയിൽ കഴിയുന്ന ആരോഗ്യ രംഗം കേരളത്തിലാണെന്ന് കോർപ്പറേറ്റുകൾ കണ്ടെത്തി. കോഴിക്കോട് പോലും നിങ്ങൾക്കറിയാം 3 ആശുപത്രി ബ്ലാക്ക് സ്റ്റോണും കേക്കർ ഗ്രൂപ്പും ഏറ്റെടുത്ത് കഴിഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, കേരളം മുഴുവൻ ഏറ്റെടുക്കുക. നിങ്ങൾ കോസ്റ്റാണ് കൂടിക്കൂടി വരിക. ഒരു രോഗി കയറി കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് ആലോചിക്കണം. അപ്പൊ കേരളത്തിലെ എല്ലാ രംഗം തകർച്ച നേരിടുന്നതുകൊണ്ട് ഈ ഘട്ടത്തിൽ കേരളത്തെ രക്ഷിക്കാൻ സഹായിക്കാൻ UDF മാത്രമേ സാധിക്കൂ. അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷമാണ് അത്. നമ്മൾ മാത്രം CPM അണികളും പറയുന്നത്, നിങ്ങൾ ധൈര്യമായി പോകുമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണക്കും എന്നുള്ളതാണ് എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പോ ഞാൻ പറയാം, ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് CPM എത്തിപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ അറിയിക്കണം, CPM അകപ്പെട്ട് കഴിഞ്ഞിട്ട് CPM നിങ്ങൾ അറിയിക്കണം. അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന എനിക്കറിയില്ല. G. സുധാകരൻ, കുഞ്ഞുകൃഷ്ണൻ, TK ഗോവിന്ദൻ മാസ്റ്റർ, ആയിഷ പോറ്റി, അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ പാർട്ടി വിടാൻ തുടങ്ങിയിരിക്കും. നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് ഈ പാർട്ടി പഴയ പാർട്ടി അല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നത്? സഖാവ് കൃഷ്ണപ്പള്ളിയും AKGയും EMS രൂപം നൽകിയ പാർട്ടിയിൽ നിന്നത്തെ പാർട്ടി ഒരു തൊഴിലാളി വർഗ സംസ്കാരമുള്ള പാർട്ടിയാണ് CPM. ഇന്നൊരു സമ്പന്ന വർഗ സംസ്കാരത്തിന് ഭാഗമായ പാർട്ടി മാറി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ മടുത്തിരിക്കുന്നു, CPM അണികൾ മടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് അനുകൂലമാകും. കേരളത്തിലെ അന്തരീക്ഷം അനുകൂലമാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ ഘട്ടത്തിൽ നമുക്ക് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഈ തെരഞ്ഞെടുപ്പിൽ, ഈ അസംബ്ലി മണ്ഡലത്തിൽ, കേരളത്തിന്റെ ഭാഗമായി ഉള്ള ഈ അസംബ്ലി മണ്ഡലത്തിൽ നമുക്ക് എല്ലാം കൊണ്ടും പ്രിയപ്പെട്ട, ഞാൻ പറയാൻ കാരണം ഒരു വിദ്യാർത്ഥി നേതാവ് എന്നവർക്ക് കഴിഞ്ഞ 10 വർഷക്കാലം ശ്രീ അഭിജിത്തിന് നേരിട്ടുള്ള മർദ്ദനത്തിന്റെ കയ്യും കണക്കും നിങ്ങൾ ആലോചിക്കണം. പോലീസ് ഇത്ര നിഷ്ഠൂരമായി തല്ലിച്ചതച്ച ചെറുപ്പക്കാരൻ, ഞാൻ വിദ്യാർത്ഥി നേതാവ് എന്നവർക്ക് ആദ്യമായി കാണുന്നത് ശ്രീ അഭിജിത്തിനാണ്. എത്ര മർദ്ദനം, എത്ര കാലം. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം ജനങ്ങളുടെയും നാടിന്റെയും ജീവൻ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ചെറുപ്പക്കാരൻ. അങ്ങനെ നല്ല മിടുക്കനായ പാവപ്പെട്ട കുടുംബത്തിലെ ചെറുപ്പക്കാരൻ. ഞാൻ ഒരു കാര്യം കൂടി പറയാം, അദ്ദേഹത്തിന്റെ പോക്കറ്റ് 0 ആണെന്ന് നിങ്ങൾ ആലോചിക്കണം. അദ്ദേഹം പഠിച്ചത് എങ്ങനെ നിങ്ങൾക്കറിയോ? കല്ല് കൊത്തിയിട്ടും കല്ല് ചുമതൽ നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ പഠിച്ച ചെറുപ്പക്കാരനാണ്. അങ്ങനെയാണ് PG എടുത്ത് നിങ്ങൾ ആലോചിക്കണം. ആ ചെറുപ്പക്കാരൻ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി മാറി നിങ്ങൾ ആലോചിക്കണം. ആ ചെറുപ്പക്കാരനെയാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാനാർത്ഥികൾക്ക് UDF അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ എല്ലാ പ്രയാസം അതുകൊണ്ട് ഞാൻ പറയുന്നു. ശ്രീ വിജയകൃഷ്ണൻ ഇവിടെ വന്ന് എന്താ നിങ്ങൾക്കറിയോ? വിജയകൃഷ്ണൻ എന്നോട് ഒരാഴ്ച മുമ്പ് പറഞ്ഞു, നമുക്ക് നാദാപുരത്ത് പോകണം. ഞാൻ എന്താ, നമുക്ക് എന്തായാലും സ്പെഷ്യൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യണം. ചാർട്ട് ചെയ്ത് വോട്ടർമാർ കൊണ്ടുവരണം, നമുക്ക് അവരെ കണ്ട് സംസാരിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമുക്ക് നേതൃത്വം കൊടുക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ സഹോദരങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള മറ്റൊന്നുമല്ല, ഇവിടെ നമുക്ക് തിരിച്ചു വരണം, UDF കൊണ്ടുവരണമെങ്കിൽ നാദാപുരം ജയിച്ചാൽ മാത്രമേ സാധിക്കൂ. എനിക്ക് തോന്നുന്നു കാന്തലോട്ട് കുഞ്ഞമ്പൂരിന് ശേഷം, അന്ന് UDF ഭാഗമാണ് കാന്തലോട്ട് കുഞ്ഞമ്പൂർ, അതിനുശേഷം നാദാപുരം നമ്മൾ ജയിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അമിത് അലി ഷംനാട് പണ്ട് ജയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ 60 തോന്നുന്നു, ഇത് 70 നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞത് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ അഭിജിത്തിനെ ജയിപ്പിക്കാനും അതുപോലെ കേരളത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനും KMCC അതിൽ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം ശ്രീ വിജയകൃഷ്ണനോട് സൂചിപ്പിക്കും. ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറയാം, നിങ്ങൾ അഭിജിത്തിനെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അഭിജിത്തിനെ ഓർത്ത് അഭിജിത്തിലെ ചെയ്തികൾ കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ തലകുനിക്കേണ്ടി വരില്ല എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ നേരത്തെ അസ്വസായി പറഞ്ഞതുപോലെ പ്രവാസികളുടെ ജീവൽ പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നിർബന്ധമായും അതിന് ഡൽഹിയിൽ സമ്മേളനം നടക്കുമ്പോഴും അല്ലെങ്കിലും അതിനുവേണ്ടി അതിൻ്റെ മുമ്പിലും പിറകിലും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ